ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണാഘോഷമൊക്കെ എവിടെ വരെയായി ഒക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പാകത്തിന് നല്ല പ്ലാൻസുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് മാറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ചിങ്ങമൊക്കെ വരുമല്ലേ, ചിങ്ങമൊക്കെ ആണല്ലോ നമുക്ക് ഹൗസ് വാമിങ്ങിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മൾ ഡ്രസ്സുകളൊക്കെ അല്ലേ സാധാരണ കൊടുക്കാറ്. അതുകൂടാതെ ഒരു ചെടികളൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ചെടികളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ കാണാം കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് നമുക്ക് സാൻസവേരിയെന്ന് തുടങ്ങാം. സാൻസവേരിയ മിക്കാടെ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നമുക്ക് വരാറുള്ളതായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കിട്ടാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതേ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പോട്ടിൽ 4 അല്ലെങ്കിൽ 5 ആയിട്ട് ഇങ്ങനെ തിക്കായിട്ട് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. സാൻസവേരിയ ഇങ്ങനത്തെ അതിൻ്റെ തന്നെ സാൻസവേരിയ മിക്കാഡോയുടെ തന്നെ ഇത് സിൽവർ മിക്കാഡോ വന്നിട്ടുണ്ട്, സ്റ്റോക്കിലുണ്ട് കേട്ടോ. സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ഒക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. ഈ പ്രാവശ്യത്തിൽ കോംബോ ഒന്നും കാണിക്കുന്നില്ല. എല്ലാ പ്ലാൻസുകളും കാറ്റലോഗിൽ കൊടുക്കണം. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ക്രിപ്റ്റാന്തസ് ഈ ഒരു കളറിലുള്ള ക്രിപ്റ്റാന്തസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. റൂബി റെഡ്. പിന്നെ ക്രിപ്റ്റാന്തസിൻ്റെ തന്നെ സീബ്ര എന്ന് പറഞ്ഞിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ സ്റ്റോക്കിലുണ്ട്. റേറ്റൊക്കെ അറിയണമെങ്കിൽ കാറ്റലോഗിൽ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും കാണാൻ പാകത്തിന് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈക്കസ് വെറൈറ്റി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഫൈക്കസ് സ്പ്രിങ്കിൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇത് നമ്മുടെ പ്യൂമിലയുടെ ഒക്കെ ഒരു വകഭേദം. പ്യൂമിലൻ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, പ്യൂമില ഫൈക്കസ് വെറൈറ്റി. ഇങ്ങനെ ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണല്ലോ ഈ പ്യൂമില വരുന്നത്. ഇതുപോലെ തന്നെ ആവുന്ന പ്ലാന്റുകളാണ്. ഇതിപ്പോൾ ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ. ഒരു ഇങ്ങനെയാണ് വരുന്നത്. ചെറുതായിട്ട് ഇലങ്ങനെ ചുരുണ്ട് നല്ല ഭംഗിയാണ് വരുന്നത്. ഇതിപ്പോൾ വലിയ ബോട്ടിലേക്കൊക്കെ മാറ്റുമ്പോഴത്തേക്കും തിക്കായിക്കോളൂ കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഫൈക്കസിൻ്റെ തന്നെ കോമ്പാക്റ്റ് വന്നിട്ടുണ്ട് സ്റ്റോക്കിൽ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ബോൺസായി ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന, നല്ല വ്യക്തിയായിട്ട് നിർത്താൻ പറ്റുന്ന ഈ പ്ലാന്റ് കേട്ടോ. ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് സ്റ്റോക്കിൽ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഹവോത്തിയ വെറൈറ്റി, ഹവോത്തിയ ട്വിസ്റ്റഡ് ഇത് സ്റ്റോക്കിലുണ്ട്. ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ പെപ്രോമിയ വെറൈറ്റി, ഇത് നമുക്ക് അന്ന് തന്നെ തീർന്നു പോയായിരുന്നു. ഇതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പെപ്രോമിയ നമുക്ക് ഒത്തിരി വെള്ളം കൊടുത്ത് അതിനെ സ്നേഹിച്ച് അതിനെ കൊല്ലരുത് കേട്ടോ. പെപ്രോമിയക്ക് ഇത് നമുക്ക് വെള്ളം വേണ്ട ചെടിയാണ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഇലയിലൊക്കെ വെള്ളമുള്ള ടൈപ്പാണ്. അപ്പം അങ്ങനത്തെ ടൈപ്പുകൾക്ക് നമുക്ക് ഒത്തിരി വെള്ളം കൊടുക്കണ്ട, കുറച്ച് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് കണ്ടറിയാൻ പറ്റും, നല്ല ഡ്രൈ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഡ്രൈ ആയിട്ട് ഇലകളൊന്നും ഇങ്ങനെ ക്ഷീണിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും. ആ സമയത്ത് മാത്രം വെള്ളം കൊടുത്താൽ മതി. വാട്ടർമെലനാണ് പെപ്രോമിയയുടെ വെറൈറ്റി വാട്ടർമെലൻ. ഈ ഒരു ഇതിലുള്ള സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇരിക്കുന്നുണ്ട് ചിലതിലൊക്കെ തിരിയൊക്കെ ആയിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ പെപ്രോമിയത് ഇങ്ങനെ ഒരു ഫ്ലഷ് ടൈപ്പ് ഇലകളായതുകൊണ്ട് ഒന്ന് ചെറുത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇത് മുട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ട് അങ്ങനെയൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ചില ഇലകൾക്ക് ഒരു പൊട്ടലോ അല്ലെങ്കിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അത് കണ്ടോ, ഇങ്ങനെയൊക്കെ ഒരു ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ ചില ഇലകൾക്ക്. അത് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചിലവർ ചെറിയൊരു ഇതുണ്ടെങ്കിലും അത് ഇങ്ങനെ എടുത്തു പറയുന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ കാര്യങ്ങൾ പോലും എടുത്തു പറയുന്നത് കേട്ടോ. ഇത് നമ്മളുടെ ആന്തൂറിയം 2 പ്ലാന്റ്, ഒരു പോട്ടിൽ 2 പ്ലാന്റ് ആയിരിക്കും. ചിലതിലൊക്കെ ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്ലാന്റുകളുണ്ട്. എന്നാലും ഞാൻ പറയുന്നു ഒരു പോട്ടിൽ 2 എണ്ണമായിരിക്കും കേട്ടോ. ഡിസ്പോസിബിൾ പോട്ട് പോലെയാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. ഇത് കണ്ടോ, റെഡ് വെറൈറ്റി കേട്ടോ. പിന്നെ നമ്മുടെ ടൈഗർ ടീത്ത് എന്ന് പറഞ്ഞിട്ട് ഫിലാഡൻഡ്രൻ വെറൈറ്റിയാണ്. ഈ ഒരു വേരിഗേറ്റഡ് വെറൈറ്റി കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അധികം വരാറില്ല, ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഫിലാഡൻഡ്രൻ വെറൈറ്റിയാണ്. അപ്പോൾ അത് ഒത്തിരി പേര് ഫിലാഡൻഡ്രൻ കളക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ വേഗം നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. ഇത് കുറച്ചുകൂടി ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ താങ്ങ കൊടുത്ത് ഫിലാഡൻഡ്രൻ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ കൊടുത്ത് സ്റ്റിക്കൊക്കെ കൊടുത്ത് വളർത്തേണ്ട പ്ലാന്റാണ്. പിന്നെ നമ്മളുടെ റബ്ബർ പ്ലാന്റ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഈ ഒരു കളറ്, ബർഗണ്ടി കളറ്. ഇത് നല്ല പ്രായമായ പ്ലാന്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, അതിൻ്റെ സ്റ്റെം കണ്ടോ, നല്ല എന്താ പറയുക, വയസ്സായ ഇതാണ്. അപ്പോൾ അതിൻ്റെ അത് വെട്ടി കൊടുത്ത് അങ്ങനെ ബുഷിയാക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ സ്റ്റെം ഇങ്ങനെ ആയിരിക്കും. പിന്നെ കുഞ്ഞു സ്റ്റെമ്മുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഒരു ബോട്ടിൽ ഒരെണ്ണം വെച്ചിട്ട് നല്ല ഭംഗിയാക്കി നമുക്ക് നല്ല തിക്കാക്കി എടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്.
ഇതാ ഇത് കണ്ടോ. പിന്നെ നമ്മുടെ ഡ്രസീന വെറൈറ്റി ഡ്രസീന ധാരാസിംഗ് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. വലിയ പൊട്ടൊക്കെ വെച്ച് നല്ല രസമായിട്ട് നമുക്ക് ഭംഗിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വെളിച്ചം വേണം കേട്ടോ, കുറച്ച് വെളിച്ചമുള്ള സ്ഥലത്ത് വെക്കണം. പിന്നെ ഡ്രസ്സീനായിട്ട് തന്നെ കോട്ട്ലിൻ പ്ലാന്റ് ഇതാ ഇത് സ്റ്റോക്കിലുണ്ട്. കോട്ട്ലിൻ ക്യൂൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഇതാ ഇങ്ങനെ ഇത് മണ്ണിലാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റിയിട്ടായിരിക്കും, കുറച്ചൊക്കെ മണ്ണ് ഇതൊക്കെ മാറ്റിയിട്ടായിരിക്കും വിടുക. ഒരു പോട്ടിൽ 2 പ്ലാന്റ് ആയിരിക്കും കേട്ടോ. അതാ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഭംഗിയാക്കാം. ഇത് പുറത്തൊക്കെ നടാൻ പറ്റുന്ന പ്ലാന്റ് തന്നെ, ചട്ടിയിൽ നടണമെന്നില്ല. പുറത്തൊക്കെ നമുക്ക് ലോണിലോ അല്ലെങ്കിൽ സൈഡുകളിലൊക്കെ ഇങ്ങനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പൊക്കം വയ്ക്കുന്നതല്ല കേട്ടോ. ഒന്ന് കുറച്ചിങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അത് നല്ല രസമാണ് കാണാനായിട്ട്. കുറച്ചും കൂടെ ഇലയൊക്കെ നല്ല വീതിയിൽ നല്ല രസമായിട്ട് വരും കേട്ടോ, കുറച്ച് വെയിലൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ പോത്തോസ് വെറൈറ്റി പോത്തോസ് നിയോൺ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. അതുപോലെ തന്നെ എൻജോയ് പോത്തോസും സ്റ്റോക്കിലുണ്ട്. വലിയ പോട്ട് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. എടുത്ത് വെച്ചില്ല, അതാണ് ഞാൻ നോക്കിയത്. പിന്നെ നമ്മുടെ കലാത്തിയ വെറൈറ്റി കലാത്തിയ വിറ്റാറ്റ സ്റ്റോക്കിലുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് പിന്നെ നമ്മുടെ ഇത് ചൈന ഡോള് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. വലിയ പ്ലാന്റ് അല്ല, ചെറിയ പ്ലാന്റാണ്. ഇതാ ഇങ്ങനെ നന്നായിട്ട് വേരൊക്കെ ആയിട്ടുണ്ട്. ചൈന ഡോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ചിലവരെങ്കിലും ഫോട്ടോ തരുമ്പോൾ ചൈന ഡോൾ ഒരു ഭംഗിയില്ലാതെ കാണാറുണ്ട്. അപ്പോൾ എന്ത് പറ്റി എന്താ ചേച്ചി ഇങ്ങനെ എന്ന് ചോദിച്ചിട്ട് ഫോട്ടോ തരാറുണ്ട്. അപ്പോൾ എപ്പോഴും ചൈന ഡോൾ ഒന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് നിർത്തണം കേട്ടോ. എന്നാലും മാത്രമാണ് നല്ല തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്ന് നിങ്ങളുടെ ചട്ടിയിലേക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും തുമ്പ് ഭാഗം കട്ട് ചെയ്തിട്ട് അത് നട്ട് വെക്കുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ചോളും. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ അടുത്ത ഷൂട്ടുകളൊക്കെ വന്ന് പോട്ട് നിറഞ്ഞു വരുന്നത്. അല്ലാണ്ട് ഒറ്റ സ്റ്റെമ്മായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ബ്ലാക്ക് പോത്തോസ് നമുക്ക് ബ്ലാക്ക് CC പ്ലാന്റ് സ്റ്റോക്കിലുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ CC സ്റ്റോക്കിലുണ്ട്. ഇതാ ഈ ഒരു സൈസിൽ സ്റ്റോക്കിലുണ്ട്. അതേപോലെ തന്നെ ഡ്വാർഫ് കുറച്ച് സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ഇത് 3 എടുക്കണമെന്നൊക്കെ ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ സെലക്ട് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ മധുകാമിനി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല മണമായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞോടത്ത് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസം, നല്ല മണം. രാവിലെ എണിച്ച് വരുമ്പോഴത്തേക്കും ഒരു ഫ്രഷ്നെസ് ഫീലാണ് വരുന്നത് കേട്ടോ. നല്ല രസം കാണാനായിട്ട്. കുറച്ച് ഹൈറ്റ് ഈ പ്രാവശ്യത്തെ കുറവാണ്. ഇതാ ഇങ്ങനെ എല്ലാത്തിലും പൂക്കളുണ്ടാവുമെന്ന് വരില്ല കേട്ടോ. കാരണം മുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും പാക്കറ്റിലിരുന്ന് മുട്ടുകൾ ചിലപ്പോൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പുതിയ മുട്ടുകളൊക്കെ ആയിക്കോളൂ കേട്ടോ. മണ്ണിലാണ് വന്നേക്കുന്നത്. അപ്പോൾ മണ്ണ് കുറച്ച് മാറ്റിയിട്ടായിരിക്കും പ്ലാന്റ്സുകൾ വിടുക കേട്ടോ. പിന്നെ ഇതാ നമ്മളുടെ എയർ പ്ലാന്റ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതാ എയർ പ്ലാന്റ് ഉള്ളവനാൻ്റെ വെറൈറ്റി ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു ഫോട്ടോ തന്നായിരുന്നു. നമ്മൾ നേരത്തെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് നല്ല ബുഷിയായിട്ട് നല്ല തൂക്കിയിട്ടേക്കുവാണ്. ഇങ്ങനെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അത് അങ്ങനത്തെ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല പുതിയ ഷൂട്ടുകളൊക്കെ വന്ന് നല്ല നിറഞ്ഞു വന്നിട്ടുണ്ട് ഒരു ഫോട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട്. അങ്ങനെയൊക്കെയുള്ള ഫോട്ടോകളൊക്കെ നിങ്ങൾ ഇടയ്ക്കൊക്കെ അയച്ചോളൂ കേട്ടോ. ഇപ്പം നമ്മൾ 4 വർഷമായി ഓൺലൈനിൽ. ഈ ഓണം വരുമ്പോഴത്തേക്കും 4 വർഷമാവും നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട്, ചെടികളുടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും നാൾ നമുക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അതിനുശേഷം ഒത്തിരി പേര് ഇങ്ങനെ ചെടികളുണ്ടാകുന്നതും പൂക്കളുണ്ടാകുന്നതും ഒക്കെ നമുക്ക് ഫോട്ടോ ഷെയർ ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ പെയിൻറ്റഡ് ലേഡി സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല രസമാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഓരോ സ്റ്റെം വെച്ചിട്ട് ഓരോ നോഡ് വെച്ചിട്ട് കട്ട് ചെയ്തൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വലിയ പ്ലാന്റ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഫൈക്കസ് വെറൈറ്റി ഫിഡിൽ ലീഫ് എന്നൊക്കെ പറയും. ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ്. നല്ല വെളിച്ചമുള്ള സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് നല്ല ഭംഗിയുള്ള നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ റബ്ബർ പ്ലാന്റിൻ്റെ ഇപ്പം നമ്മളൊരു ബർഗണ്ടി കളർ റബ്ബർ പ്ലാന്റ് കാണിച്ചു. അതിൻ്റെ വേരിഗേറ്റഡ് വെറൈറ്റിയും സ്റ്റോക്കിലുണ്ട്. അപ്പോൾ കാറ്റലോഗിൽ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ താല്പര്യമുള്ളവർ അതൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം ഒരുമിച്ചൊക്കെ എടുത്തോളൂ കേട്ടോ. ബാക്കിയെല്ലാം കാറ്റലോഗിൽ കൊടുത്തേക്കും. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേഗം തന്നെ സെലക്ട് ചെയ്തോളൂ. നമ്മൾ മാക്സിമം തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിട്ട് പ്ലാന്റ്സുകളായിരിക്കും. നമുക്ക് തിരക്കൊക്കെ വന്നേക്കാളും മുമ്പ് ഈ 2 ദിവസങ്ങളായിട്ട് എല്ലാ പ്ലാന്റ്സും നമ്മൾ ഇവിടെ നിന്ന് തന്നെ വിടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആഴ്ച അവസാനത്തേക്ക് എല്ലാം കിട്ടിക്കൊള്ളുന്നു. വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് എല്ലാ പ്ലാന്റ്സുകളും കിട്ടിക്കൊള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.